ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ച വ്ളോഗാണ്. ഉച്ച വ്ളോഗല്ല, ഉച്ച വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതാത് പാത്രങ്ങളിലേക്ക് ആക്കി വെക്കണം. പിന്നെ ഇപ്പം എന്താ, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വയ്യായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ കേസ് എന്ന് പറയാൻ മാത്രമുള്ളതല്ല, പക്ഷെ ഒട്ടും വയ്യായിരുന്നു. ഹെൽത്ത് ഓക്കെ അല്ല. നമ്മുടെ വിഷു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നൊന്നും ടോക്കി ആയപ്പോഴാണ് നമ്മൾ ദേശോത്സവം കാണാൻ വേണ്ടിയിട്ട് പോയത്. ആ മഴ കൊണ്ടപ്പോൾ എനിക്ക് പനി കിട്ടി, പനിയും പിടിച്ചു. പനി പിടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ബോഡി പെയിന്, സഹിക്കാൻ പറ്റാത്ത ബോഡി പെയിൻ ആയിരുന്നു. പിന്നെ മേലൊക്കെ മൊത്തം കൂടി പൊന്തി, മണൽ മുദ്ര പോലെ, കയ്യുമ്പലും മേലെല്ലായിടത്തും. എനിക്ക് അലർജിയുടെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ ആവോ, എന്തൊക്കെ നെയ്യണാവോ ഒക്കെ വന്നു, അത്ര തന്നെ. അപ്പോൾ ഒരു സുഖമില്ലാത്തൊരു 8-10 പോയിരുന്നു. ഷോർട്സ് ഇട്ടായിരുന്നു ഒരു ദിവസം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിന്നും അങ്ങനെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ മടി അങ്ങനെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂച്ചിട്ടി ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതേച്ചി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഗീതേച്ചിക്ക് വലിയൊരു ഹായ്. ഇനി നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താക്കണം വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കണം, ഒരു ഉപ്പേരി ഉണ്ടാക്കണം, അത്ര തന്നെ ഉള്ളൂ. ഈ ചൂട് കാരണം ഒന്നിനൊരു മൂടില്ല കേട്ടോ, ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് സാമ്പാറും ഉപ്പേരി ഉണ്ടാക്കിയിട്ട് മാവ് കൊണ്ടിട്ട് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ ചായ കുടിച്ചു. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും വയ്യ, ഹോസ്പിറ്റൽ കേസ് പറയണത് തന്നെ എനിക്ക് ചമപ്പാണ്. അപ്പം അത്രയും വയ്യാത്തതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ടിപ്പോൾ ഇതാ വന്ന് കുളിച്ചു, പൂജയ്ക്ക് അടിച്ചു വരിണ്ടായിരുന്നു. തുടയ്ക്കാനിപ്പോൾ നമ്മൾ 1.5 വെച്ചൊക്കെ തുടച്ചാൽ മതി. വലിയ അലമ്പൊന്നുമില്ല. ഷാജേട്ടനൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണമല്ല. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ഉന്തി തള്ളി അമക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടവും കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കൊടുക്കും, ഇല്ലെങ്കിൽ ഇത് അടവുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒട്ടും ഓക്കെ അല്ല ഒരു കാര്യം കൊണ്ടും മെൻ്റലി ഓക്കെ അല്ല, ഫിസിക്കലി ഓക്കെ അല്ല, ഒന്നും ഓക്കെ അല്ലെങ്കിൽ കൂടെ നമ്മൾ ഓക്കെയാണ്. നമ്മൾ വീഡിയോ എടുക്കും. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ദൈവം കാണിച്ചു പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് അതുവരെ നിൽക്കാമല്ല, അത് വേറെ മാർഗമൊന്നുമില്ല. ഇതിലൊരുപാട് പച്ചക്കറികളുണ്ട് കേട്ടോ, ഒരുപാട് പച്ചക്കറി. ഇതാ കൂർക്കുണ്ട്, അടപ്പുറമേ ഉള്ളിപ്പോയി. പിന്നെ ഇതൊക്കെ ഞാനിനി മാറ്റി വെക്കാം. വെണ്ടയ്ക്ക, മത്തൻ, തക്കാളി, ചെറുള്ളി, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതാത് പാത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം. രുചിക്കുണ്ട് കേട്ടോ. തക്കാളി കുറച്ചൊക്കെ പൊട്ടിട്ടോ, സ്വതവേ കടയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകും. അതെന്താന്നാവും, നമ്മളെ ഫ്രഷോടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് പാത്രങ്ങളിലാക്കി വെക്കാം അല്ലേ പൂജിട്ട്? അതെ, ഇതിവിടെ ശരിയാകാതാണ്. കൊടുത്തിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയധികം പച്ചക്കറിയൊന്നും നമ്മുടെ വീട്ടിൽ വാങ്ങാറില്ല. അപ്പോഴേക്ക് എപ്പോഴും സാധനങ്ങളെ വാങ്ങാറുള്ളത്. ഒരുപാട് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നാശമായി പോകും കേട്ടോ. ഇപ്പം മീനിന് നല്ല വില ആയതുകൊണ്ട് തന്നെ ഷാജേട്ടൻ കുറച്ചധികം പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മൾക്ക് എന്നും പച്ചക്കറി ആയിരിക്കും. മീൻ വാങ്ങില്ല എന്നുള്ളതല്ല കേട്ടോ, മീൻ മേടിക്കും. നമുക്ക് ഇപ്പോൾ പറ്റണ മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിലയാണ്, മത്തിക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ആൾ കാര്യമായിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് സാമ്പാറും ഉപ്പേരിയും വെക്കാം, നാളെ മത്തനും പയറും എരിശ്ശേരി വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനകത്തുള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അതങ്ങോട്ട് കഴിയണം. വരാത്തിന് മാത്രമുള്ള പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ കൂടെ എന്നാലും ഉണ്ട് കേട്ടോ. കുറേശ്ശൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്, ദിവസത്തിനൊക്കെ കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴേക്കും ആവശ്യമുള്ള വെണ്ടയ്ക്കും 2 മുരിങ്ങക്കായും സവോളയും തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. നമുക്ക് അതൊക്കെ അതിലൊതുക്കി പെറുക്കി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പണി കഴിഞ്ഞല്ലോ. വെക്കാം കേട്ടോ. നമുക്ക് പരിപ്പ് കഴുകി വെച്ചിട്ട് നമുക്ക് കഷ്ണം നോക്കാം. ഞങ്ങൾ ഇവിടെ ദേശോത്സവം സൂപ്പർ പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ നമുക്ക് മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് അത്ര വല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നേ, പക്ഷെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ അടിപൊളിയായിരുന്നു അല്ലേ പൂജയ്ക്ക്? വരവൊക്കെ ഒരുപാടുണ്ടായിരുന്നു, സീനായിരുന്നു. ഇനി അടുത്ത വർഷമാവാൻ വലിയ പാടൊന്നുമില്ല. എത്ര പെട്ടെന്ന് ആ വർഷം മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാ ഇപ്പോൾ വിഷു കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം, രണ്ടാമതും ആയി.
അതൊക്കെയാണ് അവസ്ഥ. മാസങ്ങളും ദിവസങ്ങളും കഴിയാനൊന്നും പാടില്ല. അപ്പം അതങ്ങനെ ആവട്ടെ കേട്ടോ. ഞങ്ങൾ ചെറുതിൽ ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേ റെന്റിന് താമസിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് കാവുമ്പുറത്ത് എന്താ അവിടെ ഒരു യാറുണ്ടായിരുന്നു, തൈക്കാട്ടിൽ പാപ്പാടെ കാണാം. നമ്മൾ പോയിട്ടല്ലോ. ആ, തൈക്കാട്ടിൽ പാപ്പാടെ പണ്ട് കുറെ മുന്നേ പോയതല്ലേ. അപ്പൊ അവിടെ എനിക്ക് ഇങ്ങനെ ഈ ദേശോത്സവം സംഭവം ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരിക അതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അല്ല കേട്ടോ, ഇത്ര വലിയ ഗംഭീര വരവും കാര്യങ്ങളൊന്നും. പക്ഷെ ആ കണ്ണുത്തോപ്പാടെ ആ പറമ്പിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക കുട്ടികളൊക്കെ ആയിട്ട്. നല്ല രസമാട്ടോ. അവിടെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് കളിക്കും. ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസമൊക്കെ അവിടെ തന്നെയാവും പാപ്പാടെ ഒരു യാറും പൊന്തിയതാ, ഒരു വീട് പോലെ ചുറ്റുപുറം അങ്ങനെ തിണ്ണൊക്കെ ഇട്ട്. അപ്പൊ തിണ്ണയിൽ ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കളിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അന്നൊക്കെ പേടിയായിരുന്നു. എന്താ വെച്ചാൽ യാറും കൂടിയത് ചെറുതിലേക്ക് കാണുമ്പോഴേ പിന്നെ അവിടെ ഒരു കാക്ക തുറക്കാൻ വേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ പള്ളിയുടെ ആ യാറം മൂടിയതിന്റെ 4 ഭാഗത്തിലുള്ള മണ്ണിന് മാത്രം നല്ല മധുരമായിരിക്കും. ആ മണ്ണിന് മധുരം, മറ്റുള്ള മണ്ണൊക്കെ നമുക്ക് കഴിക്കും മധുരം ഉണ്ടാവില്ലല്ലോ. ആ യാറത്തിന്റെ മുക്കിലുള്ള മണ്ണിന് മധുരമായിരിക്കും. അങ്ങനെ കുഞ്ഞുമാമൻ എൻ്റെ അനിയെ അങ്ങനെ മണ്ണ് തിന്നണ ശീലമുണ്ടായിരുന്നു, കുറച്ച് വലുതായിട്ടൊക്കെ. അങ്ങനെ എന്നിട്ട് ആ പാപ്പാടെ അടുത്ത് ആ മണ്ണ് തിന്നെയായിരുന്നു. ഒരു മണ്ണ് തിന്നണ ഒരു ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. എന്നിട്ട് ആ പാപ്പാടെ അടുത്ത മണ്ണ്, ആ മധുരമുള്ള മണ്ണ് എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ ആ മണ്ണ് കഴിച്ചിട്ടില്ല. പറയാൻ വിചാരിച്ചതല്ല, അവിടെ ആ പാപ്പാടെ അവിടെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇങ്ങനെ ഇത് വരും. എന്താണ് ഇത് പറയാ ഓർമ്മയില്ലല്ലോ. ഇത് കൊടുക്കുകയാണ്, ഇതിനെന്തൊരു പേരുണ്ട്, വഴിപാടാക്കിയിട്ട് തേങ്ങാപ്പൂളും ശർക്കരയും അവലെല്ലാം കൂടെ കുഴച്ചിട്ട് അതിനെന്തോ ഒരു പേര് പറയും. എന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലത് രാത്രിക്ക് നേർച്ചയ്ക്ക് വേറെ എന്തോ ഒരു സാധനം കൂടെ പറയും, അതിനകത്തേക്ക് അറിയില്ല. എന്നിട്ട് പൊടിനിടയിലൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഓടും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആ സംഭവം. ഈ മണ്ണിന്റെ കഥ ഞാൻ എപ്പോഴാണ് കേൾക്കാം. അതങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഇപ്പൊ നമ്മുടെ വീടൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെയൊക്കെ കളിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവമാണൊക്കെ. ബേബിയൊക്കെ അല്ലേ അവൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ബിനുമാമയുടെ ഒക്കെ അങ്ങനെ തങ്ങൾപ്പാപ്പാടെ അവിടെയാണ് ഞങ്ങൾ ഇരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചെറുതിൽ അങ്ങനെ സാറ്റ് കളിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ അങ്ങനെ കളിക്കുമ്പോൾ ഡപ്പോ സാറ്റ് പന്ത്രണ്ട് കളിയുണ്ടായിരുന്നു. അതിലങ്ങോട്ട് പോയി ഞാൻ സാറ്റ് അടിച്ചതും ഈ ബൾബിന്റെ ഓർഡർ സാധനം അല്ലേ എൻ്റെ കാലിൽ കുത്തിയിട്ട് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ കീറിയിട്ട് ചോര പ്രളയം. അമ്മമ്മയാണെങ്കിൽ ഞങ്ങൾ കുറെ നേരമായി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നത്, ഞങ്ങൾ പോയിട്ടുമില്ല. അങ്ങനെ വലിയമാമൻ പിന്നെ എടുത്ത് ഓടി പപ്പാടെ അവിടെ ചെന്ന് ഞങ്ങൾ പപ്പ ഒരു കുഴപ്പം വരുത്തരുതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പുറത്തൊരു എണ്ണ ഉണ്ട്, ഒരു കല്ലിന്റെ വിളക്കുണ്ട്, അവിടുന്ന് എണ്ണയൊക്കെ എടുത്തിട്ട് മുറിയിലൊക്കെ ഒഴിച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുറി സീനായി കേട്ടോ. കുറേയൊക്കെ കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില്ലൊക്കെ എടുത്തു. ഫസ്റ്റിൽ ഞാൻ എടുക്കാൻ വേണ്ടി ഡോക്ടർ സമ്മതിച്ചില്ല. പിന്നെ കുറേ ഞാനിങ്ങനെ കാല് പൊക്കി നടന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു യാറൊക്കെ ഓർമ്മ എനിക്ക് നേർച്ച എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു ദേശോത്സവം എന്ന് പറയുമ്പോൾ സംഭവം അത് ഒരു ദേശത്തിന്റെ ജാതിമതം ഇല്ലാത്ത ഉത്സവമാണെങ്കിൽ കൂടെ അങ്ങനെ ഒരു നേർച്ച ഫീല് വരും. അത് ഫുഡ് അതൊക്കെ നമ്മളങ്ങനെ വല്ലാണ്ട് നേർച്ച കാണാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടില്ലല്ലോ, നേർച്ച ഉത്സവമൊന്നും. അപ്പൊ അത് കാരണം എനിക്ക് പെട്ടെന്ന് തൈക്കാട്ടിൽ പാപ്പാനൊക്കെ ഓർമ്മ വരും. ഞാനീ പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മൾ അന്ന് പോയതല്ലേ ചന്ദനത്തിന് എണ്ണൊക്കെ വാങ്ങിയിട്ട് മുന്നേ ശ്രീജിമാവിന്റെ കട. ഓരോരോ കഥകളുണ്ടാവും നമുക്ക് ഓരോന്ന്. ഇപ്പൊ ഓരോ സംഭവം കാണുമ്പോൾ നമുക്ക് ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മുന്നേക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് എന്തോ ഒരു കണക്ഷൻ ആ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനെന്തോ പറയും, ഞാൻ റീലിൽ കണ്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനും പൂജിറ്റി കൊടുത്ത ഒരു സംഭവം ഇവിടെ ഉണ്ടായി, ആ സംഭവം മുന്നേ ഉണ്ടായ പോലെ നമുക്കൊരു ഫീൽ തോന്നാറുണ്ട്. ഇതേ സംഭവമൊക്കെ നമുക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ അങ്ങനെ. അപ്പൊ ഓരോന്നിനും ഓരോരോ കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ നമ്മുടെ ലൈഫ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇപ്പോൾ ഓരോ കഥകൾ. ഓരോരുത്തരുടെ വിശ്വാസമാണ് എല്ലാതും. അത് ചിലർ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കും, ചിലർക്ക് അതൊരു വിശ്വാസമാവും, ചിലർക്കൊരു ആശ്വാസമാവും. നമുക്കിതെല്ലാം കൂടെയാണ്. അതേമാതിരിക്ക് ഇന്നലെ ഉണ്ടായി അമ്മ ആ കട്ടിലും അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായ മാതിരി. അങ്ങനെ ചിലപ്പോൾ അയ്യോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ഫീൽ പറയും. ഈ ശ്രീജിമാമ്മയുടെ അമ്മ എന്നൊക്കെ പറയുന്ന കുഞ്ഞിറ്റി മേമ അവരുടെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിറ്റി മേമയാണ് ഞങ്ങൾ നോക്കി എന്നൊക്കെ പറയാം. ആ കോട്ടേഴ്സിൽ എല്ലാവരും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അമ്മയൊക്കെ പണിക്ക് പോകുമ്പോഴേ, അച്ഛമ്മ പണിക്ക് രാവിലെ പോകുമ്പോഴേ ഞങ്ങൾക്ക് ചായ തരുന്നതും ചോറ് തരുന്നതൊക്കെ ഇവരെന്നെ ആവും, മിക്കത് എല്ലാവരും ആവും. പക്ഷെ കുഞ്ഞിറ്റി മേമയാണ് ഒന്നും കൂടെ ഞങ്ങൾ വന്നം കൂടെ നോക്കിയിട്ടുള്ളത്. വെച്ചാൽ അമ്മമ്മ അടിക്കുമ്പോഴേ ഞങ്ങൾ കൂടെ കുഞ്ഞിറ്റി മേമ വിളിച്ചിട്ട് ഓടുക. എന്നിട്ട് കുഞ്ഞിറ്റി മേമയുടെ മാക്സ് വട്ടം ചുറ്റി പിടിച്ച് ബാക്കിൽ നിൽക്കും. കുഞ്ഞിറ്റി മേമ അമ്മമ്മേനെ ചീത്ത പറയും, ഇങ്ങനെ അടിക്കണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഓടെ കുഞ്ഞിറ്റി മേമ ആയിരിക്കും TV കാണാൻ വേണ്ടിയിട്ടും. ഞായറാഴ്ചയൊക്കെ
വിളിച്ചൊരുക്കി പുറപ്പെട്ടിട്ട് അവിടെ പോയി നിൽക്കും. എന്നിട്ട് ഉണ്ണിമാമ ഞങ്ങളെ കൂടെ തേങ്ങയൊക്കെ പെറുപ്പിക്കുന്നുണ്ടാവും. തേങ്ങ കിട്ടുന്ന ഇത് മൊത്തം എല്ലാവരും പെറുക്കി കഴിഞ്ഞാൽ വേഗം സിനിമ വെച്ചാലാണ്. ഞങ്ങൾ ഒരുപാട് പിള്ളേരുണ്ടാവും. എന്നിട്ട് സിനിമയൊക്കെ കണ്ട് സിനിമ കണ്ടിറങ്ങുമ്പോഴേക്കും നേരം വൈകിട്ടുണ്ടാവും. 6 മണി 6:30 ആ സമയമൊക്കെ ആവും 4 മണിയുടെ സിനിമ കഴിയാൻ വേണ്ടിയിട്ട് തോന്നുന്നു. ഏതായാലും ഇരുട്ടായിട്ടുണ്ടാവും. അവിടുന്ന് ചെല്ലുമ്പോഴേക്കും അമ്മമ്മ അങ്ങനെ വെളിച്ചപ്പാടിളങ്ങി നിൽക്കുന്നുണ്ടാവും. എന്നാലും ഈ സിനിമ തീരോടെ എത്ര അടി കിട്ടിയാലും ഞായറാഴ്ച ദിവസം നേരെ വേണ്ടിയിട്ട് തന്നെ വീട്ടിലെത്തുള്ളൂ. അതൊക്കെ അല്ലാത്തൊരു ആ പോയ കാലം നമുക്ക് കിട്ടില്ല. ഇപ്പം എന്താ ഓരോ ദിവസം ഓരോ ടെൻഷനാണ്. അന്നൊരു ടെൻഷനും ഇല്ല. രാവിലെ വീട്ടാ ഏത് വീട്ടിലേക്ക് ആ TV കാണാൻ ഓടുക, അതാണ് ടെൻഷൻ. പിന്നെ ആകപ്പാടൊരു ടെൻഷൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ TV വെച്ച് തരണേ എന്നുള്ളതായിരിക്കും. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എന്ന് ചെല്ലുമ്പോൾ ചിലവർക്കൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ മിക്കതും ഉണ്ടായി. ഞങ്ങൾക്ക് ഇവിടെ കാമ്പുറത്ത് കിങ്ങിണി മഴയട്ടം പറയും. അവരെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചെന്ന് നമ്മുടെ വീട് പോലെ കാണായിരുന്നു. ഇപ്പം ഒന്നും ആരും വീട്ടിലൊന്നും പോകാറൊന്നുമില്ല. ഞങ്ങൾ ചെറുതിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ എവിടെയും പോകാൻ എനിക്ക് ഇഷ്ടമല്ല അതിനാണ് പോകുന്നത്. അങ്ങനെ ഇപ്പൊ പിന്നെ കാലം മാറി. അഥവാ മിണ്ടിയാലോ അത് വലിയ പ്രശ്നമാകുകയും ചെയ്യും. നമുക്ക് ആരും ഇപ്പോൾ സംസാരിക്കാൻ പോലും പേടിയുള്ളൊരു സമയം കാലമാണ്. നമ്മൾ എങ്ങനെ നമ്മൾ പറയുന്നത് പല രീതിക്ക് വളച്ചൊടിച്ചിട്ട് നമ്മളോട് നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ തെറ്റിപ്പിക്കണ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നിൽക്കുമ്പോൾ എനിക്ക് വലിയ പേടിയാണ് പേഴ്സണലി. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ചെയ്യാനും ഇഷ്ടമല്ല. എനിക്ക് ഓപ്പണായിട്ട് എന്തെങ്കിലും പറയാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നല്ലപോലെ നിൽക്കണവരൊക്കെ തെറ്റിച്ച് കൊണ്ടുപോകും. പക്ഷെ കാലം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, തിരിച്ച് കിട്ടും ആയിട്ടായാലും. അങ്ങനെയൊക്കെയാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് സംസാരിക്കണം, ഒരുപാട് ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ള ആളാട്ടോ ഞാൻ. പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് കൂടുതൽ ഫ്രണ്ട്സ്. പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ ആൺകുട്ടികളും ഫ്രണ്ട്സുകളൊന്നും നല്ലത്. പൂജയ്ക്ക് തോന്നിയിട്ടുണ്ട് അതിന്. എന്താ അറിയോ, അവർക്ക് കുശുമ്പ് ഉണ്ടാവില്ല. സത്യമായിട്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ശരിയായിരിക്കണം കേട്ടോ. പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ എന്താ പറയുക ഭയങ്കര ഈഗോ പ്രശ്നമായിരിക്കും. പെണ്ണുങ്ങളാകുമ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര ഈഗോ ആയിരിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വൈകി കഴിഞ്ഞാൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടിയോട് നമ്മൾ വിടും. പക്ഷെ മറ്റൊരു അങ്ങനെ ഞാൻ നിന്നല്ലേ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമൊക്കെ. ഞാൻ ഈ പെൺകുട്ടിയോട് തമ്മിൽ ഭയങ്കര ഈഗോ. അതും വേണ്ടി ഒരു ആൺകുട്ടിയാണ് കൂട്ടെങ്കിൽ അവർ കാര്യമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൂടാ. അപ്പോഴും ഞാൻ പറയണു നല്ലതും ചീത്തൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആവണം. പക്ഷേ പെൺകുട്ടികളെക്കാളും നല്ലതാണ് കുട്ടികളാണ് ഫ്രണ്ട്ഷിപ്പിന്. ഇന്ന് ഞാൻ പള്ളി കുട്ടി കേസാ. എനിക്ക് എന്തൊക്കെയൊക്കെ പറയണമെന്നുണ്ട്. അങ്ങനെ ഞാൻ അത് ആലോചിക്കണേ. അങ്ങനല്ല, ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴേ മിക്കതും അങ്ങനെയാണ് നല്ലത്. നമ്മൾക്കൊരു ബോർഡർ ഉണ്ടായാൽ മതി. നമ്മൾ നിൽക്കേണ്ട ഒരു എവിടെയായാലും നിൽക്കേണ്ട പോലെ നിന്നാൽ മതി. ഈ പെണ്ണുങ്ങളാവുമ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിപ്പിക്കും. അവർക്കൊരു ഈഗോ പ്രശ്നം വരും. അതാണ് പ്രശ്നം. ഈ സാമ്പാറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് കഷ്ണം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒറ്റ വിസിലും കൂടെ വേവിക്കാം. എന്നാൽ പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ ഇതാക്കണ്ടല്ലോ. ഞാനിതെടാ മല്ലി പുറത്തുനിന്ന് വേറെ വാങ്ങിയതാട്ടോ. എന്താ അറിയാം, ഞാൻ പറഞ്ഞില്ല മല്ലി നമ്മൾ പൊടിപ്പിച്ചത് മീറ്റിലേക്ക് പറ്റിയതാണ്. അവിടെ സാമ്പാറൊക്കെ വയ്ക്കുമ്പല്ലേ ഒരു മാട്ട ചൊയയും. അത് കാരണം കഷ്ണങ്ങളെല്ലാം മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കഴിച്ചിട്ടില്ലെങ്കിൽ മണ്ടക്കി ഇടി കിട്ടും. കുറച്ചധികം സാമ്പാർ അങ്ങോട്ട് വെച്ചേക്കാം. കുറച്ചധികം ഒരുപാടല്ല, എന്നാലും കുറച്ച് വെക്കാൻ കഴിയും. നാളെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടേ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് ഉച്ചമുക്കാലൊക്കെ ആയി. ഉച്ചമുക്കാലായിട്ടില്ല. അപ്പോൾ സാമ്പാർ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നമുക്ക് ദോശയ്ക്ക് ആക്കാം. അപ്പോൾ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അരച്ചാൽ മതിയല്ലോ. അതങ്ങനെ ആവട്ടെ വിചാരിക്കുന്നു. നമുക്ക് ദോശയ്ക്കുള്ള അരിയും കൂടെ അങ്ങോട്ട് വെള്ളത്തിലിടാം. എന്നാൽ വൈകിട്ട് അങ്ങോട്ട് അരച്ച് വെച്ചാൽ 3 ഗ്ലാസ് അരിയാട്ടോ. ഞാൻ ഇതിന് 3 ഗ്ലാസ് പച്ചരി എടുക്കും. പിന്നെ ഒരു 3/4 ഗ്ലാസ് വിറകില്ല, 3/4 ഗ്ലാസ് ഉഴുന്ന് കൊടുക്കും. ഇതാണ് നമ്മുടെ ദോശകളത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 മണി ഉലുവ ഇടുക അരിയിലേക്ക്. കുറച്ച് അധികമൊന്നും വേണ്ട. ഇത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഇത് ഞാൻ ആകെ ഒരൊറ്റ പ്രാവശ്യമേ വാഷ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക ഉഴുന്നില്ലേ, ഉഴുന്ന് ഒരുപാട് വാഷ് ചെയ്യരുത്. അതിൻ്റെ അതാണ് ആ പൊന്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അതുകൊണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം മാക്സിമം വാഷ് ചെയ്താൽ ഈ പച്ചരിയൊക്കെ നമുക്ക് ഒരുപാട് വാഷ് ചെയ്തില്ല. ഇത് ഈ ഉഴുന്ന് കഴുകിയ വെള്ളത്തിലാണ് നമ്മൾ ഈ വെള്ളം ഇട്ടിട്ടില്ലേ കഴുകി വെച്ചിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ എല്ലാം അരച്ചെടുക്കുക കേട്ടോ. ഇതൊരു കുറച്ച് 2 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ പിന്നെ തണുത്ത വെള്ളത്തിൽ അരച്ചാലും മതി. ഞാൻ 2 രീതിയിലും ഞാൻ ചെയ്യാറുണ്ട്. 2 പ്രാവശ്യം കഴുകി നീ ഇതിൽ മാറ്റി വയ്ക്കാം.
അത് നമ്മൾ ഒരുപാട് നേരത്തെ കഴുകണുണ്ടാവും. എന്താ വെച്ചാൽ അത് നല്ല പൊടി ഉണ്ടാവും. അത് കഴുകിത്തരാം. പുളി ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. പാകത്തിനുള്ള പുളിക്ക് ഒഴിച്ചാൽ മതി. ഓക്കെ. ഇന്റെ ഒരു നിഗമനത്തില് പുളി ഉണ്ടാവില്ലേ? ഉണ്ടാവൂല. ഞാനാരാ? ആരാ? ഞാൻ ആരേട്ടാ? ഇല്ല. കണ്ടിക്കാട്ട് നീങ്ങാണ്. പുളിയുണ്ട് കേട്ടോ. കട്ട് ക്യാമറ. കുറച്ച് പുളിയും കൂടി വയ്ക്കട്ടെ. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൽ നമ്മള് എന്താക്കും? ഉപ്പേരി ഉണ്ടാക്കും ഗായ്സ്. ഏതാ മോളൂരുണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് മോൾ പിന്നെയും ക്യാമറ കട്ട് ചെയ്തിട്ടായില്ലേ എന്തൊക്കെയോ ഇട്ടു. അങ്ങനെ പറയല്ലോ. അത് ചേട്ടൻ പറയുന്ന സത്യമാണ്. ഇനി കടുകെടുക്കുക, മുളക് എടുക്കുക, കെട്ടുക്ക് പറ. എനിക്ക് കടുമാങ്ങ അച്ചാറ് വേണമായിരുന്നു. ഒരു പാക്കറ്റ് അച്ചാറ് കൊടുക്കുന്നത് വെച്ചതേ ഓർമ്മയുള്ളൂ. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചു. അന്തസ്സിൽ പറയും. അല്ലെങ്കിൽ എന്റെ പേർക്ക് വന്നിരുന്നു. ഇപ്പൊ ബാക്കി കാണിക്കാൻ തരും. ബേക്കറി ഞാനടി കടുകിട്ടോ. കടുകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കണ്ണും മുകറ് ചിടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനോട് മാറ്റി പിടിക്കണം. ഇത് കുറച്ച് ജ്യൂസിലിട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കടുക് പൊട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഗൈസ്. ഞാൻ ഒരു വെപ്രാണത്തിന്റെ പേരിൽ ആദ്യം അത് ഇട്ട് കൊടുക്കും. അതാണ് പൊട്ടുന്നത്. ഈ കടുക് പൊട്ടുമ്പോൾ ഇതിന്റെ ചില പോലെ എനിക്ക് ഓർമ്മ വരും. പറഞ്ഞാ പിന്നെ നിർത്തൂല്ല. പറയൂ. ഇന്നത്തെ വീഡിയോ കണ്ടാൽ അതെല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് സങ്കടമാണ്. എനിക്ക് ഞാൻ പറയണം. അത് പറയാതെ ഉള്ളിൽ വെച്ചാലേ ഞാൻ പിന്നെ മുണ്ടാതിരുന്ന മോള് പറഞ്ഞോട്ടെ. എനിക്ക് ആ ദേഷ്യം പോവില്ല. പിന്നെ എന്റെ മൈൻഡ് മൊത്തം ഔട്ടായി പോകും. ഇല്ലെങ്കിൽ ആളോട് എനിക്ക് പറയാം. അപ്പൊ പിന്നെ നടന്ന് പറയേണ്ടി വരും എല്ലാരോടും. അങ്ങനെ എല്ലാരും ഒന്നുമില്ല കേട്ടോ. ആദ്യം കുറച്ച് ഇത്രേ ആൾക്കാർ നല്ലതുണ്ടെങ്കിൽ ഇത്രയും നമുക്കുള്ളൂ. മതിയിലോ. അപ്പൊ ഇതൊക്കെ മൂത്തൊന്നും ഇങ്ങോട്ട് വരുമോ? ഈ ക്യാമറമാനെ ആദ്യം ഒഴിവാക്കണം. ഞാനന്ന് ചിക്കൻ കറി വെച്ചപ്പോണ്ട് ചിക്കനല്ല ഞണ്ടിയുടെ ചട്ടി മാത്രം കാണുന്നു. ഞണ്ടിനെ കാണാനില്ല. ഇതിനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊടുക്കണം. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ. അതെ. കഷ്ടപ്പെടുക ഇവിടെ കടന്നത്. കഷ്ടപ്പാട് ഞാൻ ജനിച്ചപ്പോ മുതലുണ്ട് ഉള്ളതാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജനിച്ചപ്പോഴാണ് പിന്നെ രക്ഷപ്പെട്ടത്. പിന്നെ കണ്ണൻ വന്നപ്പോ പിന്നെയും പോയി. ഓടി അവിടെ രണ്ടാൾ വന്നപ്പോഴും അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല. ആ ഒരു പോക്ക് എല്ലാവരും ലൈഫിലും ഉണ്ടാവില്ലേ. ഒരാൾ ജനിച്ചതിന് കുറ്റം പറയാൻ കണ്ണത് കേട്ടിട്ടില്ല. അതുകൊണ്ട് എങ്ങടാ കുളിക്കാനോ? ഉണ്ട് മുടി വെട്ടിട്ടുണ്ട്. വേണ്ട പൊട്ടന്റെ മോന്ത പോലെ ഓന്റെ മുഖം പിന്നെ ഗായ്സ് ഞാനാണ് കണ്ണന് മുടി വെട്ടി കൊടുക്കുന്നത്. ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നിർത്തിക്കും. അല്ലല്ല, ഞാൻ ഒരു വട്ടം വെട്ടി തന്നല്ലേ. നല്ല പോലെ വെട്ടി കൊടുക്കും. കണ്ണമോള് വെറുതെ പറയാ. ഞാൻ തരാം. എന്തായാലും സ്കൂളില്ല, എനിക്ക് പേടിക്കാനില്ല. വേണ്ട, സിമ്പിൾ ആൻഡ് ഹാമ്പിൾ. സാമ്പാർ പൊടി നമ്മളിപ്പോ വറുത്തിട്ടാണെങ്കിൽ അതിന് മുപ്പിച്ചാലും മതി. ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇട്ടു. ഇവിടെ എല്ലാം എൻ്റെ ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. ഞാൻ തന്നെ സമ്മതിക്കാറുള്ളൂ എന്നുള്ളതാണ്. സമ്മതിക്കില്ല. നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കില്ല? പിന്നെ ഞാൻ ഇപ്പൊ രാത്രി പറഞ്ഞ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കൂല. അത്ര പൊട്ടന്മാരാണ്. കണ്ണനാണേ, അതാണേ പറയണേ. മതി ഗൈസ്, നിർത്തോ. നേരത്തെ കളിക്കാൻ വിടണമെങ്കിൽ ഞാൻ മുടി വെട്ടി തന്നെ. നല്ല വളർന്നിട്ട് കണ്ടോ, നമ്മൾ ഇവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഇവിടെ വെട്ടി കൊടുക്കാം. സുന്ദരം.
ഇവിടെ തകൃതിയായിട്ട് മുടിവെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പൂജട്ടി കടംകുട്ടിയുടെ മുടി വെട്ടിയിട്ട് ഒരു പ്രാവശ്യം കൊളാക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഇത്രയൊക്കെ കിട്ടിയാലും ചെക്കൻ പിന്നെയും പറയും എൻ്റെ മുടി വെട്ടി തരുമോ വെച്ചിട്ട് അവ ഇരുന്ന് കൊടുക്കും, അവളത് കൊളാക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറയുകയാണ്, ഇനി അഥവാ കൊളായാലും വീഡിയോയിൽ വന്ന് നിൽക്കില്ല ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ വീഡിയോയിൽ എടുത്തിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയോ അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിതാ സാമ്പാർ റെഡിയായി അതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കടുകും വറ്റൽമുളകും വേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അത് അതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, കോരി ഒഴിക്കല്ല, അത് നമുക്ക് സാമ്പാറിലേക്ക് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ ആ പണി ഒഴിവായി കിട്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. എല്ലാം ഇങ്ങനെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് ഒരു മെന ഉണ്ടാവും കേട്ടോ. മറ്റേത് ഈ കുക്കറിൽ തന്നെ കറിയും ചീൻചട്ടിയിൽ തന്നെ ഉപ്പേരിയും വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനതുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് എടുക്കുക. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ സ്പൂണ് കഴുകി വെക്കുക. എന്താ വെച്ചാൽ കൂറേ പാറ്റോ എന്തെങ്കിലും അരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മറന്നിട്ട് അത് കഴുകാൻ അവിടെ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ചേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മറ്റുള്ളവരൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫസ്റ്റ് കഴിച്ചു, ഞാൻ ലാസ്റ്റാണ്. മീനില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്. ഈ പച്ചക്കറി മാത്രമാകുമ്പോൾ വലിയ എയിമൊന്നും ഉണ്ടാവില്ല. എരിശ്ശേരി അവേല സാധനമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെയൊക്കെ പോവും. പക്ഷേ പുളിയിഞ്ചി കൂട്ടിയിട്ട് സൂപ്പറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. എന്നാലും നമ്മുടെ മീനില്ലാത്തതിൻ്റെ ഒരു ഉഷാറ് അതിനകത്ത് കാണാനുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുറച്ച് മടക്കി വെക്കാനും ഒതുക്കി വെക്കാനും പെറുക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതാ ഒരു 4:45 സ്ഥിരം പരിപാടിയിലേക്ക് ഇറങ്ങി. ഉമ്മറത്ത് നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മുടെ വണ്ടി അവിടെ കിടക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ വണ്ടി മിക്കതും നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലാതെ അപ്പോൾ നമ്മളത് വിചാരിച്ച നെഞ്ഞത്ത് അടിച്ച് കരഞ്ഞിട്ട് അയ്യോ എനിക്കത് പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വിഷമമൊന്നും ഇല്ല കേട്ടോ. പട്ടി കരയണ പോലെ ഞാൻ കരയും, പക്ഷേ ഒരാളുടെ മുന്നിൽ ഞാൻ കരയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും നമുക്കത് കൊടുക്കേണ്ട അവസ്ഥയിലാണ് കേട്ടോ. നമുക്കത് ലോൺ നമുക്ക് മുന്നോട്ട് എത്തിപ്പോവാത്തൊരു കാര്യത്തിലേക്ക് നമ്മളതിങ്ങനെ വെച്ച് ഈഗോ വെച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ അത് കൊടുക്കണം. അത്രയും വിഷമമുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ കടുപിട് കൂടുതൽ പറയുമ്പോൾ എനിക്ക് സങ്കടം കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിക്കും. അത്രയും സങ്കടം ഉണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ഗുന്നനെ മുഖം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്താ വിചാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നമ്മുടെ ഫിസിക്കലി വയ്യാത്തതിനെക്കാട്ടിലും കൂടുതൽ മെൻ്റലി ആണ് കേട്ടോ ഡൗൺ ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ടൊരു സമയമാണ്. ഒക്കെ ശരിയാവും, അതിനായിട്ടുള്ളൊരു സമയം വരും, എല്ലാം അറിയാം. പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡിയാക്കി കിട്ടണില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ആവട്ടെ, വരണത് വരട്ടെ, പോകേണ്ടത് പോട്ടെ. ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ ഒരു സമാധാനം. പിന്നെ സ്വന്തമായിട്ടുള്ള ജീവനും മാത്രമേ ഉള്ളൂ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാനിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ആകെ കൂടെ വിഷമമായി പോവും. അപ്പോൾ അതൊക്കെ വരണ ഇത് വെച്ച് നമുക്ക് കാണാം. ഇതാ മുറ്റടിച്ചോറിൽ കഴിഞ്ഞു, നമ്മുടെ ചീര നനയ്ക്കൽ കഴിഞ്ഞു. ഇനി എനിക്ക് മേലെ കഴുകി വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എടുക്കണില്ല, എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. ഇത് കുത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ ഭയങ്കര ഹാങ് ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.